നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ ഒരു സുപ്രധാന മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയുള്ള മത്സരം ഡു ഓർ ഡൈ പോരാട്ടമാണ്. അതുകൊണ്ട് കൈ മെയ് മറന്നൊരു പോരാട്ടം താരങ്ങൾ പുറത്തെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടം മഞ്ഞപ്പട ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഈ കളിയിൽ അവർ ഒത്തുകൂടുന്ന ഈസ്റ്റ് ഗാലറിയിൽ നിന്ന് ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ചീറിംഗ് ഉണ്ടാകും എന്ന് മാത്രമല്ല, താരങ്ങളുടെ പേര് വിളിച്ചുള്ള ചാൻഡ്, പ്ലെയർ ചാൻഡും ഉണ്ടാകും. ടീമിനോടൊപ്പം നിൽക്കും, കട്ടക്ക് കൂടെ നിൽക്കും എന്ന് തന്നെ ഇപ്പോൾ മഞ്ഞപ്പട വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ഹോം മത്സരങ്ങളായിട്ട് പ്രതിഷേധത്തിലായിരുന്നു മഞ്ഞപ്പടയുണ്ടായിരുന്നത്. അത് മാനേജ്മെൻറ്റിൻ്റെ നിലപാടുകൾക്കെതിരെയായിരുന്നു. ടീം ബെറ്റർ ആവണം എന്നുള്ള ഉദ്ദേശത്തിൽ എടുത്ത തീരുമാനമായിരുന്നു. ആ ഘട്ടത്തിൽ പലപ്പോഴും ഈസ്റ്റ് ഗാലറിയിൽ നിന്ന് മുഴങ്ങിക്കേട്ടത് മാനേജ്മെൻറ്റിനെതിരെയുള്ള ചാൻഡുകളായിരുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു കളി വിജയിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ ഈസ്റ്റ് ഗാലറിയിലേക്ക് നോക്കിക്കൊണ്ട് വൈക്കിംഗ് ക്ലാപ്പിനായിട്ട് വരുന്ന ആ ഒരു ഘട്ടം. അപ്പോൾ ആ ഘട്ടത്തിലും മാനേജ്മെൻറ്റിനെതിരെയുള്ള ചാൻഡ് തുടരുന്നതിൽ പ്രതിഷേധിച്ചാവണം അഡ്രിയാൻ ലൂണ താരങ്ങളെയും വിളിച്ചു മറുഭാഗത്തേക്ക് പോയി വെസ്റ്റ് ഗാലറിയുടെ ഭാഗത്ത് നിന്ന് വൈക്കിംഗ് ക്ലാപ്പ് നടത്തിയതൊക്കെ വലിയ ചർച്ചയും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുവരെ നടന്നിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴിതാ മഞ്ഞപ്പട പക്ഷേ മറ്റു നിലപാടെടുക്കുന്നു. അതിൽ മഞ്ഞപ്പട പറയുന്നത് താരങ്ങളെ പ്രോത്സാഹിപ്പിക്കും, താരങ്ങളുടെ പേര് വിളിച്ച് ചാൻഡിയും ചീറിങ് ഉണ്ടാകും എന്നൊക്കെ തന്നെ അറിയിക്കുന്നു. അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഗിവൺ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി അപ്കമിങ് ഹോം മാച്ച് അഗെയിൻസ്റ്റ് MBSG ദിസ് സാറ്റർഡേ, ശനിയാഴ്ച MBSGക്കെതിരെ നടക്കുന്ന മത്സരത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് മഞ്ഞപ്പട വിൽ സ്റ്റാൻഡ് ബൈ ദി ഹോം ടീം വിത്ത് പ്ലെയർ ചാൻസ് ആൻഡ് ചീർസ് കമ്മിങ് ഫ്രം ദി ഈസ്റ്റ് ഗാലറി ഇൻ സപ്പോർട്ട് ഓഫ് അവർ പ്ലെയേഴ്സ്. നമ്മുടെ പ്ലെയേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈസ്റ്റ് ഗാലറിയിൽ നിന്ന് പ്ലെയർ ചാൻഡും ചീറിങ്ങും ഉണ്ടാകും എന്ന കാര്യം ഇപ്പോൾ മഞ്ഞപ്പട അറിയിക്കുകയാണ്. ചുരുക്കത്തിൽ ഈ കളിയിൽ ടീമിനെ പ്രോത്സാഹിപ്പിക്കാൻ മഞ്ഞപ്പടയുണ്ടാകുമെന്നർത്ഥം. അതോടൊപ്പം തന്നെ അപ്ഡേറ്റിൽ ഒരു കാര്യം കൂടി അവർ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ വി വുഡ് ലൈക്ക് ടു ഇൻഫോം എവറി വൺ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. ചില പോസിറ്റീവ് സ്റ്റെപ്പുകൾ മാനേജ്മെൻറ്റ് റീസെൻറ്റ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഓർഗനൈസേഷൻ, അതായത് മഞ്ഞപ്പട ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള പ്രൊട്ടസ്റ്റ് സ്റ്റിൽ ഇൻ എഫക്റ്റ് ആണ്. അത് തുടരുക തന്നെ ചെയ്യും അണ്ടിൽ വി വിറ്റ്നസ് റിസൾട്ട് അഡ്രസ്സിങ് ഓൾ ദി കൺസേൺസ് വി ഹാവ് റൈസ്ഡ്. നമ്മൾ ഉയർത്തിയ എല്ലാ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്ത് റിസൾട്ട് കാണുന്നത് വരെ ഈ ഒരു പ്രൊട്ടസ്റ്റ് തുടരുക തന്നെ ചെയ്യും. പക്ഷേ നമുക്ക് അതിലൊരു വ്യക്തത വരുത്താനുള്ള, നമ്മുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഡിസിഷനെതിരെയാണ്, അല്ലാതെ പ്ലെയേഴ്സിനെതിരെ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്ന മത്സരത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ചീറിങ് ഉണ്ടാവും, പ്ലെയർ ചാൻഡ് ഉണ്ടാവും, ടീമിനോടൊപ്പം നിൽക്കും എന്ന് തന്നെ മഞ്ഞപ്പട വ്യക്തമാക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, അവർ കമ്മിറ്റ്മെൻറ്റ് ടു ദി ക്ലബ് ആൻഡ് ഇറ്റ്സ് പ്ലെയേഴ്സ് റിമൈൻസ് അൺവൈവറിങ്. അത് മാറ്റമില്ലാതെ തന്നെ തുടരും. പക്ഷേ നമ്മുടെ ഡിമാൻഡ്സ് ഫോർ ട്രാൻസ്ഫോമിംഗ് റിമൈൻ സ്ട്രോങ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മഞ്ഞപ്പട സ്റ്റേറ്റ്മെൻറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.